ആരാണ് ഈ രേഖ ഗുപ്ത? ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയെ തെരഞ്ഞെടുത്തതിനെ തുടർന്ന് ഉയർന്ന ചോദ്യം ഇതാണ്. കാരണം ദേശീയ തലത്തിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതാവല്ല രേഖ ഗുപ്ത. ഡൽഹിയിലെ BJP നിയമസഭാ കക്ഷി യോഗത്തിൽ രണ്ട് നേതാക്കളാണ് പങ്കെടുത്തത്. ഒന്ന് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും മറ്റൊന്ന് ഹരിയാനയിലെ മുൻ മന്ത്രിയും BJPയുടെ കർഷക നേതാവുമായ ഓം പ്രകാശ് ധൻഖറും. ഒരു വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഓം പ്രകാശ് ധൻഖറിന്റെ വാക്കുകളാണ് ഇപ്പോൾ വ്യാപകമായി വീഡിയോയിലൂടെ പ്രചരിക്കുന്നത്. അദ്ദേഹം രേഖ ഗുപ്തയെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഹരിയാനയുടെ മകളാണ് രേഖ ഗുപ്ത. കാരണം ഹരിയാന സംസ്ഥാനത്തിലെ ഒരു ഗ്രാമത്തിലാണ് രേഖ ഗുപ്ത ജനിക്കുന്നത് 1974. അപ്പൊ അവർ 2 വയസ്സുള്ള സമയത്ത് അവർ ഡൽഹിയിലേക്ക് താമസം മാറുകയാണ്. കാരണം അവരുടെ അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്നു. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടി ഡൽഹിയിലേക്ക് സ്ഥലമാറ്റം കിട്ടുകയാണ്. അതോടുകൂടിയാണ് അവർ ഡൽഹിയിലേക്ക് താമസം മാറ്റുന്നത്. ഡൽഹിയിൽ പഠിച്ചു. ഡൽഹിയിലെ 1995 ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു രേഖ ഗുപ്ത. ഇപ്പോഴും ഹരിയാനയിലെ അവരുടെ ഗ്രാമത്തിൽ അവർ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി എന്നറിഞ്ഞ ഉടനെ വലിയ ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെയാണ് നടക്കുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. ജനങ്ങള് ബാൻഡുകളൊക്കെ മുട്ടി അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. രേഖ ഗുപ്ത ജനിച്ച ഗ്രാമം ഉൾപ്പെടുന്ന മണ്ഡലം, ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടാണ്. വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു. അപ്പൊ അവരുടെ ആ MLA വിനേഷ് ഫോഗട്ടിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് രേഖ ഗുപ്തയുടെ ഗ്രാമം എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. രേഖ ഗുപ്തയെ എന്തുകൊണ്ടാണ് BJP പ്രൊജക്ട് ചെയ്തത്? ഒന്ന്, വനിതകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ. കാരണം നേരത്തെ വനിതാ മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. സുഷമ സ്വരാജ് വളരെ കുറച്ചു കാലം, മദൻലാൽ ഖുറാനയ്ക്കും സാഹിബ് സിംഗ് വർമ്മയ്ക്കും ശേഷം അവസാനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രിയാക്കുന്നതും അവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. ഉള്ളിക്ക് വില കൂടിയതുപോലുള്ള വിപരീതമായ ക്യാമ്പയിൻ ഉണ്ടായതുകൊണ്ടാണ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെ സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രിയാക്കി BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും BJP പരാജയപ്പെട്ടു. അങ്ങനെ 3 തവണ 15 വർഷം അതിനുശേഷം ഷീലാ ദീക്ഷിതായിരുന്നു കോൺഗ്രസിലെ മുഖ്യമന്ത്രി. അവരും അങ്ങനെ ഒരു രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി. പിന്നീട് മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി ആവുന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനെ തുടർന്ന് അതിഷിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത സമയത്താണ്. ഇപ്പൊ 4ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് രേഖ ഗുപ്ത വരുന്നു. ഇപ്പൊ രേഖ ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം അവർ സംഘടനാ പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് ചെറുപ്പം മുതൽ തന്നെ RSSഉം അതുപോലെ തന്നെ ABVP ആയിട്ട് വളരെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വനിതയാണ്. മഹിളാ മോർച്ചയിൽ അവർ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും എടുത്തു പറയുന്ന ഒരു വസ്തുത, മഹിളാ മോർച്ചയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മധ്യപ്രദേശിന്റെ ഇലക്ഷൻ ചുമതല, മഹിളാ പ്രവർത്തനത്തിന്റെ ചുമതല BJP രേഖ ഗുപ്തയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2024 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ അതിന് തൊട്ടു മുമ്പ് നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. ഈ സമയത്ത് ഈ 3 സംസ്ഥാനം, പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ സ്ത്രീ വോട്ടർമാർ BJPക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ 40% വോട്ട് മാത്രമേ സ്ത്രീകളുടെ ഭാഗത്ത് BJP കിട്ടൂ എന്നുള്ളതാണ് ചില സർവേകളൊക്കെ പുറത്തു വന്നത്. അപ്പൊ ഇതേ തുടർന്ന് ജാഗരൂകരായ BJP നേതൃത്വം രേഖ ഗുപ്തയെ മധ്യപ്രദേശിലേക്ക് അയക്കുകയാണ്. അപ്പം അവർ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജനക്ഷേമ പദ്ധതികൾ അത് സ്ത്രീകളിലെ വോട്ടർമാരിലെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായ പ്രവർത്തനം രേഖ ഗുപ്തയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അതിൽ തന്നെ രേഖ ഗുപ്ത എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ വോട്ടർമാരും, സ്ത്രീ വോട്ടർമാർ രാഖി മുഖ്യമന്ത്രിക്ക് അയക്കുന്ന ഒരു ചടങ്ങ് അവർ നടത്തിയിരുന്നു. അതിന്റെ വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ വൈറലായി. അതോടെ ആ ചടങ്ങും വൈറൽ. എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു പരിപാടി നടന്നു. അത് വലിയൊരു ഇമ്പാക്ട്, ചെറിയൊരു പ്രോഗ്രാം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ കഥയും അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ക്യാമ്പയിൻ, ആ നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചുള്ള അത് ജനങ്ങൾക്ക് അതിനെ ബോധവാന്മാരാക്കുന്ന, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് BJP നടത്തിയത്. അതേപോലെ തന്നെ വനിതകൾക്ക് പുതിയ ക്ഷേമ പദ്ധതികൾ വാഗ്ദാനം ചെയ്തു. അതേപോലെ തന്നെ വലിയ പദ്ധതികൾ, സ്ത്രീകൾക്ക് അനുകൂലമായ പദ്ധതികൾ ഡൽഹിയിലും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വനിതകളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചതിന്റെ ഒരു പ്രത്യേക അനുഭവം അവർക്കുണ്ട്. കാരണം സംഘടനാ രംഗത്തും അതുപോലെ തന്നെ ഭരണപരമായ രംഗത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിച്ചതിന്റെ അനുഭവം രേഖ ഗുപ്തയ്ക്കുണ്ട്. കാരണം 2007 മുതൽ അവർ ഡൽഹിയിലെ കൗൺസിലറാണ്, നഗരസഭാ കൗൺസിലറാണ്.
അവർ ചെയർമാൻ ആയിരുന്നത്, അവരുടെ കമ്മിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കമ്മിറ്റി ആയിരുന്നു. അപ്പൊ ആദ്യം ഡൽഹി കോർപ്പറേഷൻ, പിന്നെ അത് 3 കോർപ്പറേഷനായിട്ട് വിഭജിച്ച സമയത്ത് നോർത്ത് കോർപ്പറേഷനിലൊക്കെ പ്രതിനിധീകരിച്ചിരുന്ന അംഗമായിരുന്നു. അങ്ങനെ 3 തവണ നഗരസഭ അംഗം എന്ന നിലയിലുള്ള ഒരു ഭരണപരിചയം, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിലുള്ള ഒരു ഭരണപരിചയമാണ് രേഖാ ഗുപ്തയ്ക്കുള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് അവർ ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. ആദ്യ തവണ നിയമസഭയിൽ എത്തുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയാകാൻ രേഖാ ഗുപ്തയ്ക്ക് കഴിഞ്ഞു. അപ്പൊ BJP നേതൃത്വം വളരെ പ്രതീക്ഷയാണ് അവരിൽ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വനിത മുഖ്യമന്ത്രി ആയതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ തന്നെ അങ്ങനെ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കിയതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്.